ബ്രിട്ടനും യൂറോപ്പും ഉൾപ്പെടെ എല്ലാ സഖ്യകക്ഷികൾക്കും മേൽ 25% നികുതിയായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് പ്രത്യേകിച്ചും. അത് യുകെയെയും പ്രതികൂലമായി ബാധിച്ചേനെ. നികുതി ഇല്ലെന്ന് തന്നെക്കൊണ്ട് പറയിക്കാൻ സ്റ്റാമർ ശ്രമിച്ചു. അതിന് വാങ്ങുന്ന ശമ്പളത്തിന് തക്കവണ്ണം പ്രവർത്തിച്ചു എന്നായിരുന്നു ട്രംപ് എന്ന ബിസിനസ്സുകാരന്റെ വാക്കുകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ കൂടിക്കാഴ്ച പലതരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടന് വിജയം, പക്ഷേ യുക്രൈന് മെച്ചമില്ല എന്നാണ് പൊതുനിരീക്ഷണം. ബ്രിട്ടന്റെ പ്രധാന ആശങ്കയ്ക്ക് പരിഹാരവുമായി. വ്യാപാര ധാരണയിൽ നികുതി ഭാരമുണ്ടാവില്ല. പക്ഷേ യുക്രൈനിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല അമേരിക്കൻ പ്രസിഡന്റ്. അതേസമയം ട്രംപിന് രണ്ടാമതൊരു ഔദ്യോഗിക സന്ദർശനത്തിന് ക്ഷണക്കത്ത് കിട്ടുകയും ചെയ്തു. അത് അസാധാരണമാണ്. രണ്ടാം ഊഴക്കാരനായ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് ക്ഷണം കിട്ടാറില്ല. രാജാവിനൊപ്പം വിൻസർ കൊട്ടാരത്തിൽ ചായ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം, അതാണ് പതിവ്. കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്ന് അമ്പരപ്പിച്ചു. പോക്കറ്റിൽ കൈയിട്ട് ചാൾസ് രാജാവ് നൽകിയ ക്ഷണക്കത്ത് പുറത്തെടുത്തു കെയർ സ്റ്റാർമർ. അത് ട്രംപിന് കൈമാറി. ട്രംപ് കുറച്ചൊന്ന് അമ്പരന്നു. ഇതിപ്പോൾ തുറക്കണോ എന്നായി. കൂട്ടച്ചിരിക്കിടെ തുറന്നു വായിച്ചു. ചാൾസിനെ പ്രശംസിക്കുകയും ചെയ്തു. ബ്രിട്ടൻ സന്ദർശിക്കാനുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ട്രംപിന്റെ രണ്ടാം സന്ദർശനമാകും അത്. ആദ്യ ഭരണകാലത്തെ സന്ദർശനത്തിൽ എലിസബത്ത് രാജ്ഞിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ്. ക്ഷണം സ്വീകരിച്ച് പരസ്പരം പ്രശംസ തുടങ്ങിയ രണ്ടുപേരും അത് നിർത്തിയതേയില്ല. ആരെയും പിണക്കാൻ ഇഷ്ടമില്ലാത്ത പ്രധാനമന്ത്രി എന്നാണ് കെയർ സ്റ്റാർമറിനെ കുറിച്ച് പറയാറ്. സ്റ്റാമർ ട്രംപിനെയും പിണക്കിയില്ല. പക്ഷേ വലിയ സ്വാധീനം ചെലുത്താനായോ എന്ന് ചോദിച്ചാൽ കുറച്ചെന്നാണ് ഉത്തരം. പുതിയ വ്യാപാര ധാരണ ഉടനെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. നികുതി ഭീഷണികൾ ഇല്ലാത്ത ധാരണ. അതൊരു സാമ്പത്തിക ധാരണയായിരിക്കുമെന്നാണ് സ്റ്റാമർ വിശദീകരിച്ചത്. അങ്ങനെയെങ്കിൽ അത് ബ്രിട്ടന് നേട്ടമാണ്. ബ്രിട്ടനും യൂറോപ്പും ഉൾപ്പെടെ എല്ലാ സഖ്യകക്ഷികൾക്കും മേൽ 25% നികുതിയായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് പ്രത്യേകിച്ചും. അത് യുകെയെയും പ്രതികൂലമായി ബാധിക്കും. നികുതി ഇല്ലെന്ന് തന്നെക്കൊണ്ട് പറയിക്കാൻ സ്റ്റാമർ ശ്രമിക്കുകയും ചെയ്തു. വാങ്ങുന്ന ശമ്പളത്തിന് തക്കവണ്ണം പ്രവർത്തിച്ചുവെന്നായിരുന്നു ട്രംപ് എന്ന ബിസിനസ്സുകാരന്റെ വാക്കുകൾ. എന്തായാലും നികുതി വേണ്ടിവരാത്ത ധാരണയിലെത്താനാകും എന്ന സാധ്യതയാണ് ട്രംപ് അറിയിച്ചത്. യൂറോപ്യൻ യൂണിയൻ വിട്ടപ്പോൾ മുതൽ അമേരിക്കയുമായി വ്യാപാര ധാരണയിലെത്താൻ ശ്രമിക്കുകയായിരുന്നു ബ്രിട്ടൻ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തുടങ്ങിയ ചർച്ചകൾ പക്ഷേ കാർഷിക കയറ്റുമതിയിലും ടെക് കമ്പനികൾക്കുള്ള നികുതിയിലും തട്ടിത്തടഞ്ഞു വീണു. സ്റ്റാമർ അതിനൊരു പരിഹാരം കണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ സഹകരണവും ഉറപ്പിച്ചു. പക്ഷേ യുക്രൈനിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ട്രംപ് തള്ളിക്കളഞ്ഞു. പുടിൻ അത് സമ്മതിക്കില്ലെന്നും വ്യക്തമാക്കി. റഷ്യയെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുമോ എന്നൊരു പരിഹാസവും ഉണ്ടായി ട്രംപിന്റെ ഭാഗത്തുനിന്ന്. യുക്രൈന് സുരക്ഷാ ഉറപ്പുകൾ വേണമെന്ന യൂറോപ്പിന്റെയും ബ്രിട്ടന്റെയും യുക്രൈന്റെ തന്നെ ആവശ്യം നടന്നില്ലെന്ന് ചുരുക്കം. പകരം മറ്റൊരുറപ്പ് നൽകി. ധാതുസമ്പത്തിന്റെ ഖനനത്തിനുമൊക്കെയായി അമേരിക്കൻ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും യുക്രൈനിലുള്ളപ്പോൾ ആരും കളിക്കാൻ ധൈര്യപ്പെടില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നതിൽ പേരുകേട്ട ട്രംപ് സെലൻസ്കിയെ അധിക്ഷേപിച്ചതും തിരിച്ചെടുത്തു. ലോകത്ത് മുഴുവൻ ചർച്ചയായ ഏകാധിപതി പ്രയോഗമാണ് തിരിച്ചെടുത്തത്. താൻ അങ്ങനെ പറഞ്ഞെന്ന് വിശ്വസിക്കാൻ പറ്റില്ലെന്നായി. സെലൻസ്കിയോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സമാധാനത്തിനുള്ള വലിയൊരു അവസരമൊരുക്കിയതിന് സ്റ്റാമർ ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നൽകിയ കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കൻ മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം നൽകിയില്ലെന്നാണ് നിരീക്ഷക പക്ഷം. ഡൊണാൾഡ് ട്രംപിന്റെ കുപ്രസിദ്ധമായ ഹസ്തദാനം എങ്ങനെയായിരിക്കും സ്റ്റാമർ നേരിടുമെന്ന ഒരു ചർച്ച തന്നെ മാധ്യമങ്ങളിൽ നടന്നു. എതിരെ നിൽക്കുന്ന ആളിന് കൈകൊടുത്തിട്ട് അവരെ പിടിച്ചു വലിക്കുകയോ തള്ളി മാറ്റുകയോ ചെയ്യുന്നതാണ് ട്രംപിന്റെ രീതി. ലോക നേതാക്കളിൽ പലരും അതിന്റെ ഇരകളായിട്ടുണ്ട്. ആധിപത്യം സ്ഥാപിക്കലാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്തായാലും ശരീരഭാഷയിലൂടെ ട്രംപാണ് ആധിപത്യം സ്ഥാപിച്ചത്. സ്റ്റാമറിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതിനെതിരായതുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കൽ നടന്നില്ല.